ഗുഡ് ഈവനിങ് ഡിയർ ട്രെയിനീസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫില്ലർ റോഡ്സ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിങ്. ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫില്ലർ റോഡ് എന്താണെന്ന് പഠിക്കാം. പിന്നെ നെസസിറ്റി ഓഫ് ഫില്ലർ റോഡിൻ്റെ ആവശ്യകത പഠിക്കാം. സൈസ് ഓഫ് ഫില്ലർ റോഡ് ഏതൊക്കെ സൈസിൽ വരുന്നുണ്ടെന്നുള്ള പഠിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലർ റോഡ്, ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഫില്ലർ റോഡുകൾ പഠിക്കാം. അതുപോലെ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സെലക്ഷൻ ഓഫ് ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പഠിക്കാം. പിന്നെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫില്ലർ റോഡ് അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഇതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നിങ്ങളെ ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമ്മൾ നേരിട്ട് ക്ലാസ് നടത്താതെ കൊണ്ട് ഓൺലൈനായിട്ട് ഇതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പലയിടത്തും പോകാൻ സാധ്യതയുണ്ട് അല്ലേ. ഇത് നിങ്ങളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വാട്സപ്പിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ അതെന്താണെന്ന് നോക്കാൻ പോകും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് മനസ്സിലാവാതെ വരും. പിന്നെ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് യൂട്യൂബിൽ കണ്ടിന്യൂസ് വീഡിയോ കിട്ടാൻ സാധ്യത ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ യൂട്യൂബിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാകുമ്പം കാണുക. അല്ലെങ്കിൽ വേറെ യൂട്യൂബ് ഡൗൺലോഡറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട് വേണം കേൾക്കാൻ എല്ലാ ക്ലാസ്സുകളും. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അത് നമുക്ക് ഫില്ലർ റോഡ് ആൻഡ് ഇറ്റ്സ് നെസസിറ്റി. അതിലാദ്യം വാട്ട് ഈസ് ഫില്ലർ റോഡ്, എന്താണ് ഫില്ലർ റോഡ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ പേര് തന്നെയുണ്ട്. അതായത് ഫില്ല് ചെയ്യാനുള്ള റോഡാണ്. അപ്പോൾ അത് എവിടെ ഫില്ല് ചെയ്യുന്നു? നമ്മൾ പല ടൈപ്പ് ജോയിൻറ്റുകൾ പഠിച്ചിട്ടുണ്ട്. 5 തരം ജോയിൻറ്റുകൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ടീ ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, എഡ്ജ് ജോയിൻറ്റ്, ബഡ് ജോയിൻറ്റ്, അങ്ങനെ 5 തരം ജോയിൻറ്റുകളാണുള്ളത്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 തരം ജോയിൻ്റ് അല്ല, അതിൻ്റെ കുറച്ച് മാറ്റം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ജോയിൻറ്റുകളിലേക്ക് ഫില്ലർ മെറ്റൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൽ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫില്ലർ മെറ്റൽ സ്റ്റാൻഡേർഡ് സൈസും ലെങ്ത്തും ഉള്ള ഇത്തരം ഫില്ലർ മെറ്റലുകളെയാണ് എന്ത് പറയുന്നത്? ഫില്ലർ റോഡ് അല്ലെങ്കിൽ വെൽഡിംഗ് റോഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് സൈസ് ആൻഡ് ലെങ്ത്ത് മെറ്റൽ വയർ അല്ലെങ്കിൽ മെറ്റൽ റോഡ്, അതിനെയാണ് ഫില്ലർ റോഡ് എന്ന് പറയുന്നത്. എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നത്? ജോയിൻറ്റുകൾ ഫില്ല് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സ്ട്രെങ്ത്ത് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ വയർ അല്ലെങ്കിൽ മെറ്റൽ റോഡ്, അതിനെയാണ് ഫില്ലർ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലർ റോഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട്, നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്ത് വേണം? ഹൈ ക്വാളിറ്റി ഫില്ലർ റോഡ് വേണം ഉപയോഗിക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി അതിന് കിട്ടുള്ളൂ അല്ലേ. അതായത് ഏത് മെറ്റലാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെയായ ഫില്ലർ റോഡ്, ഹൈ ക്വാളിറ്റി ഉള്ള ഫില്ലർ റോഡ് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഗുഡ് ക്വാളിറ്റിയുള്ള ഫില്ലർ റോഡ് കിട്ടണമെങ്കിൽ ആ ഫില്ലർ റോഡിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം? അതിൽ റെഡ്യൂസ് ഓക്സിഡേഷൻ, അതായത് ഓക്സിഡേഷൻ കുറയ്ക്കാനുള്ള എന്തെങ്കിലും കോമ്പോസിഷൻസ് വേണം. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇത് തുരുമ്പിക്കുക, അങ്ങനെ ദ്രവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കോമ്പിനേഷൻസ് വേണം. അതുപോലെ കൺട്രോൾ ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡെപ്പോസിറ്റഡ് മെറ്റൽ. ഡെപ്പോസിറ്റഡ് മെറ്റലിന്
അതിൻ്റേതായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ സോഫ്റ്റായ മെറ്റലാണെങ്കിൽ, ലോ കാർബൺ സ്റ്റീലാണെങ്കിൽ അതിൻ്റേതായ ഫില്ലർ റോഡ് ഉപയോഗിച്ചിട്ട് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി മാറും. മെഷീനിങ് അതുപോലൊക്കെ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഹാർഡായി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഈ ഫില്ലർ റോഡിലും വേണം, എന്നാലേ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു വെൽഡ് കിട്ടും. അതേപോലെ മെറ്റൽ നന്നായിട്ട് മെൽട്ടായിട്ട് നമുക്ക് ജോയിൻ്റ് ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ ഫില്ലർ റോഡിൻ്റെ ആവശ്യകത നമ്മളൊരു തിൻ മെറ്റൽ സെക്ഷൻ ഫില്ലർ റോഡ് ഇല്ലാതെ വെൽഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അതായത് തിക്നെസ് കുറഞ്ഞ മെറ്റൽ സെക്ഷൻ ഷീറ്റുകൾ ഫില്ലർ റോഡ് ഇല്ലാതെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വെൽഡിങ്ങിൽ cavity or depression will be formed at the joints. Cavity എന്ന് വെച്ചാൽ ഹോളുകൾ, അല്ലെങ്കിൽ ഒരു പൊള്ളയായ അവസ്ഥ, അതായത് വെൽഡിങ് ഇല്ലാതെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് വെച്ചാൽ താഴ്ച ഉണ്ടാവും അല്ലേ. നമ്മളൊരു തിന്നായ മറ്റേ 2 പീസ് എടുത്ത് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒന്നിക്ക് ജോയിൻ്റ് ആവില്ല, ജോയിൻ്റ് ഫില്ലർ മെറ്റൽ കൊടുക്കാതെ കൊണ്ട് ജോയിൻ്റ് ആവില്ല. അല്ലെങ്കിൽ ആ മെറ്റലിന് താഴ്ച പോലെ ഫോം ചെയ്യും. നമ്മൾ മെറ്റലിന് താഴ്ച, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ. റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ് മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? മെറ്റലിനേക്കാളും ലേശം പൊങ്ങി നിൽക്കണം. ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിന് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെ ഒരവസ്ഥ വരും. അത് കാരണം എന്താവും? വെൽഡിങ് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും, ചിലപ്പോൾ ജോയിൻ്റ് ആവുക തന്നെയില്ല. അപ്പോൾ അവിടെയാണ് എന്ത് വേണ്ടത്? ഫില്ലർ റോഡ് ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ചെറിയ തിക്നെസ് കുറഞ്ഞ മെറ്റലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ തിക്നെസ് കൂടിയ മെറ്റലാണെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും? അതിനൊരു ഗ്രൂവ് എടുക്കും. ഗ്രൂവ് എന്ന് വെച്ചാൽ വി ഗ്രൂവ്, സിംഗിൾ വി ഗ്രൂവ്, അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഡബിൾ വി ഗ്രൂവ്, അങ്ങനെ വി ഗ്രൂവുകൾ എടുക്കും. അങ്ങനെ എന്തിനാണ് ഗ്രൂവുകൾ എടുക്കുന്നത്? അത് ആ മെറ്റലിൻ്റെ ആ തിക്നെസ്സിന് കണക്കായിട്ട് മുഴുവൻ വെൽഡാകാൻ വേണ്ടി, അതായത് പെനിട്രേഷൻ, നല്ല ഫ്യൂഷൻ കിട്ടാൻ വേണ്ടി, പെനിട്രേഷൻ കിട്ടാൻ വേണ്ടി, ആ മെറ്റൽ മൊത്തത്തിൽ വെൽഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള യൂണിഫോം സ്ട്രെങ്ത് ഉള്ള മെറ്റൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഗ്രൂവ് എടുക്കുന്നത്. അപ്പോൾ ഗ്രൂവ് എടുത്തു കഴിഞ്ഞ് ഫില്ലർ റോഡ് ഇല്ലാതെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാലോ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ്റ് കറക്റ്റ് ആവില്ല, അത് ഫില്ലാവില്ല. ആ ഗ്രൂവ് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് വേണം? എക്സ്ട്രാ ഫില്ലർ റോഡ് കൊടുക്കണം. അപ്പോൾ ഫില്ലർ റോഡിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് യൂണിഫോം സ്ട്രെങ്ത്തും പെനിട്രേഷനും ഒക്കെ കിട്ടാൻ, കംപ്ലീറ്റ് വെൽഡാവാൻ വേണ്ടിയിട്ടാണ് ഫില്ലർ റോഡ്. ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ വെൽഡിങ് റോഡ് പഠിച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ പറയുന്നതിൽ എക്സ്ട്രാ ഫില്ലർ റോഡ് ആവശ്യമാണ്. അപ്പോൾ ഓരോ മെറ്റലിനും ഈച്ച് മെറ്റൽ റിക്വയർസ് എ സ്യൂട്ടബിൾ ഫില്ലർ റോഡ്. ഓരോ മെറ്റൽസിനും അതിൻ്റേതായ തന്നെയുള്ള ഫില്ലർ റോഡും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫില്ലർ റോഡ് എന്താണെന്ന് പഠിച്ചു, ഫില്ലർ റോഡിൻ്റെ ആവശ്യകത എന്താണെന്ന് പഠിച്ചു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത സൈസസ് ഓഫ് ഫില്ലർ റോഡ്, അതായത് ഫില്ലർ റോഡിൻ്റെ സൈസ്. ഫില്ലർ റോഡിൻ്റെ സൈസ് പറയുന്നത് എങ്ങനെയാണ്? ഫില്ലർ റോഡിൻ്റെ സൈസ് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററിന്, ആ റോഡിൻ്റെ ഡയമീറ്ററിന് അനുസരിച്ച്. ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്ക് വെൽഡിങ്ങിൽ ഫില്ലർ റോഡിന്, വെൽഡിങ് റോഡിന് എന്തുണ്ട്? അതിൻ്റെ മുകളിൽ ഫ്ലക്സ് കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ പറയുന്നത് എങ്ങനെയാണ്? ഫ്ലക്സ് ഇല്ലാതെ അതിൻ്റെ കോർ വയറിനെ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഫ്ലക്സ് ഉണ്ടാവില്ല. ആ ഫില്ലർ റോഡിൻ്റെ തന്നെ ഡയമീറ്ററാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സൈസുള്ള ഫില്ലർ റോഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ കാണാം. ഡൈ ആണ് പറയുന്നത്. 1 mm ഡൈ ഉള്ളതുണ്ട്, 1.2 mm ഉള്ളതുണ്ട്, 1.6 mm ഡൈ ഉള്ളതുണ്ട്, 2 mm ഡൈ ഉള്ളതുണ്ട്, 2.5, 3.15, 4, 5 ആൻഡ് 6.3.
ഇത്രയും സൈസുകളിൽ നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് റോഡുകൾ ലഭ്യമാണ്. മനസ്സിലായില്ലേ? ഒന്നും കൂടി പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്ക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്. അത് ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിൽ എത്ര mm ബേസ് മെറ്റൽ വരെയാണ് വെൽഡ് ചെയ്യുന്നത്? 5 mm ബേസ് മെറ്റൽ വരെ അല്ലേ? ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിന് 5 mm ബേസ് മെറ്റൽ വരെയാണ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 mm ബേസ് മെറ്റൽ വെൽഡ് ചെയ്യാനായിട്ട് എത്ര mm ഫില്ലർ റോഡ് ഡയ ഉപയോഗിക്കണം? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോർ ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഫില്ലർ റോഡ്സ് അപ് ടു 4 mm ഡയ ആർ യൂസ്ഡ്. 4 mm ഡയുള്ള ഫില്ലർ റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും 5 mm തിക്നെസ് ഉള്ള ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിൽ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ റൈറ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിൽ നമ്മൾ ബേസ് മെറ്റൽ 5 മുകളിലോട്ടുള്ള ബേസ് മെറ്റലുകളാണ് വെൽഡ് ചെയ്യുന്നത് അല്ലേ? അതിനു വേണ്ടി നമ്മൾ 6.3 mm ഡയ വരെയുള്ള ഫില്ലർ റോഡുകൾ ഉപയോഗിക്കാം റൈറ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കിൽ. ലെഫ്റ്റ് വാർഡ് ടെക്നിക്കിൽ 4 mm വരെയുള്ള ഫില്ലർ റോഡ് ഉപയോഗിക്കുന്നു. റൈറ്റ് വാർഡ് ടെക്നിക്കിൽ 6.3 mm വരെയുള്ളത്. അതിന് താഴോട്ടുള്ളതൊക്കെ വരും. മാക്സിമം എന്ന് പറയുന്നത് 6.3 mm വരെയുള്ള ഫില്ലർ റോഡുകൾ ഉപയോഗിക്കും. ഇനി കാസ്റ്റ് അയൺ വെൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ കാസ്റ്റ് അയൺ പീസുകൾ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ 6 mm അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരെയുള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നമുക്കടുത്ത് ലെങ്ത് ഓഫ് ഫില്ലർ റോഡ്. ഫില്ലർ റോഡിൻ്റെ ലെങ്ത്ത് അത് 2 സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് വരുന്നത്. 500 mm അല്ലെങ്കിൽ 1000 mm. ഈ 2 സൈസിലാണ് വരുന്നത്. നമ്മൾ ആർക്ക് വെൽഡിങ് റോഡിൻ്റെ ലെങ്ത്ത് പഠിച്ചിട്ടുണ്ട് അതല്ലേ? എത്രയാണ്? 350 mm അല്ലെങ്കിൽ 450 mm. ആ 2 സൈസിലാണ് വരുന്നത്. ഇത് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ആകുമ്പോൾ 500 mm അല്ലെങ്കിൽ 1000 mm ലെങ്ത്തുള്ള ഫില്ലർ റോഡുകളാണ് വരുന്നത്. ഇനി നമുക്കൊരു മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡിന് ഞങ്ങൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ് ഉപയോഗിച്ചിട്ട് ഗ്യാസ് വെൽഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു തിൻ ലെയർ കോപ്പർ കോട്ടിങ് കാണും അല്ലേ? നമ്മളെ മൈൽഡ് സ്റ്റീലിൻ്റെ നിറം കണ്ടില്ലേ? കോപ്പറിൻ്റെ ഒരു റെഡിഷ് കളറ്. അത് എന്തിനാണ് അങ്ങനെ കോപ്പർ കോട്ടിങ് കൊടുക്കുന്നത്? ഞാൻ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവില്ല അല്ലേ? റെഡ് കോപ്പർ കോട്ടിങ് കൊടുക്കുന്നത് അത് എന്താവാതിരിക്കാൻ, ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാനാണ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ തുരുമ്പിച്ച് പോകാതിരിക്കാൻ, റസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി. കുറേ കാലം സ്റ്റോറേജ് ചെയ്ത് വെക്കുമ്പോൾ ഈർപ്പങ്ങളൊക്കെ ഉണ്ടായാൽ അത് റസ്റ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡിൻ്റെ മുകളിൽ കോപ്പർ കോട്ടിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫില്ലർ റോഡിനൊരു പേര് പറയും. എന്താണ്? കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ, ചുരുക്കിയിട്ട് CCMS ഫില്ലർ റോഡ് എന്ന് പറയും. കോപ്പർ ഓർത്ത് വെക്കുക, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. കോപ്പർ കോട്ടഡ് ഫില്ലർ റോഡ് അല്ലെങ്കിൽ CCMS ഫില്ലർ റോഡ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലർ റോഡുകൾ, ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലർ റോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഫെറസ് ഫില്ലർ റോഡ്. അതായത് ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡാണ് ഫെറസ് ഫില്ലർ റോഡ്. അയൺ കണ്ടൻറ്റ് ഉള്ള ഫില്ലർ റോഡ്. രണ്ടാമത്തത് നോൺ ഫെറസ് ഫില്ലർ റോഡ്. നോൺ ഫെറസ് ഫില്ലർ റോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ടില്ലാതെ മെറ്റലാണ് നോൺ ഫെറസ് എന്ന് പറയുന്നത്. അത് നോൺ ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസ്. എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ ഫെറസ് മെറ്റൽസ്. ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലോയ് ടൈപ്പ് ഫില്ലർ റോഡ്. എലോയ് എന്ന് വെച്ചാൽ സങ്കരം, അതായത് ഒന്നിൽ കൂടുതൽ മെറ്റൽ ചേരുമ്പോഴാണ് അതിന് സങ്കരം എന്ന് പറയുന്നത്, എലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യാനുള്ള എലോയ് ടൈപ്പ് ഫില്ലർ റോഡ്. നാലാമത്തത് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസ്. നോൺ ഫെറസ് മെറ്റൽസ് വെൽഡ് ചെയ്യാനുള്ള എലോയ് ടൈപ്പ്, സങ്കർ ടൈപ്പ് ഫില്ലർ റോഡ്. ശ്രദ്ധിച്ച് വെക്കുക, അല്ലെങ്കിൽ എല്ലാം മാറിപ്പോവും. ഏതൊക്കെയാണ്? ഒന്നാമത്തത്
ഫില്ലർ റോഡുകൾ ഏതൊക്കെ ലഭ്യമാകുന്ന ഫെറസ് ഫില്ലർ റോഡ്, രണ്ടാമത്തെ നോൺ ഫെറസ് ഫില്ലർ റോഡ്, മൂന്നാമത്തത് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ ഫെറസ് മെറ്റൽ, നാലാമത്തത് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസ്. അങ്ങനെ 4 ടൈപ്പ് ഫില്ലർ റോഡുകളാണ് നമുക്ക് ഗ്യാസ് വെൽഡിങ്ങിനായിട്ട് ലഭ്യമാകുന്നത്. അപ്പോൾ ഇത് ഓരോന്നും അതിലടങ്ങിയിരിക്കുന്ന കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ പറഞ്ഞതാ ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡ്. ഫെറസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് അയൺ കണ്ടൻ്റ് അടങ്ങിയ മെറ്റലുകളെയാണ് ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫില്ലർ റോഡിൽ ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡ് ഹാസ് എ മേജർ പെർസെൻറ്റ് ഓഫ് അയൺ. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അയൺ കണ്ടൻ്റ് ആണ്. ദ ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡ് കണ്ടെയ്ൻസ് അയൺ, കാർബൺ, സിലിക്കൺ, സൾഫർ ആൻഡ് ഫോസ്ഫറസ്. അതിലടങ്ങിയിരിക്കുന്ന മറ്റ് കോമ്പോസിഷനുകളാണ് പറയുന്നത്. അയൺ കൂടാതെ കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, സൾഫർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. നമ്മൾ കോമ്പോസിഷൻ ഓഫ് വെൽഡിംഗ് റോഡ് എന്ന് പറഞ്ഞൊരു പാഠം മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഓരോ കോമ്പോസിഷൻ്റെയും ആവശ്യം പഠിച്ചിട്ടുണ്ടായി. കാർബണിൻ്റെത് പഠിച്ചിട്ടുണ്ടായി, സിലിക്കണിൻ്റെത് പഠിച്ചിട്ടുണ്ടായി, സൾഫർ, ഫോസ്ഫറസ് ഇതൊക്കെ എന്തിനാണ് അതിൽ ചേർക്കുന്നതെന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടി എടുത്ത് കേൾക്കുക. അപ്പോൾ ഇതാണ് ഫെറസ് ഫില്ലർ റോഡിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ. നമുക്കിനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ പറഞ്ഞത് നോൺ ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡ്, അതായത് അയൺ കണ്ടൻറ്റ് ഇല്ലാതെ മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡാണ് നോൺ ഫെറസ്. നോൺ ഫെറസ് മെറ്റൽസ് തന്നെയായിരിക്കും. ഏതൊക്കെ? The composition of non-ferrous type filler rod is similar to any non-ferrous metal such as copper, aluminium. അങ്ങനെ ഏതോ കോപ്പറോ അലുമിനിയോ നോൺ ഫെറസ് ആയിട്ട് വരുന്ന മെറ്റലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഫില്ലർ റോഡായിട്ട് വരാം. അതിലടങ്ങിയിരിക്കുന്നത് നോൺ ഫെറസ് ടൈപ്പായിരിക്കും. അപ്പോൾ 1, 2. ഇനി മൂന്നാമത്തത് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ ഫെറസ് മെറ്റൽസ്. ഫെറസ് മെറ്റൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയ മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലോയ് ടൈപ്പ് ഫില്ലർ റോഡ്. എലോയ് ടൈപ്പ് എന്ന് വെച്ചാൽ സങ്കരം. എലോയ് മീൻസ് സങ്കരം. ഒന്നിലധികം ലോഹങ്ങൾ ചേരുമ്പോഴാണ് സങ്കരം എന്ന് പറയുന്നത്, അതായത് എലോയ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫില്ലർ റോഡ് ഉപയോഗിച്ചിട്ട് ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യാം. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ദ എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് കണ്ടെയ്ൻസ് അയൺ, കാർബൺ, സിലിക്കൺ ആൻഡ് many elements such as manganese, nickel, chromium, molybdenum etc. അതായത് അയൺ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും, പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും മാംഗനീസോ നിക്കലോ മോളിബ്ഡിനോ അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു കൂടി ഉണ്ടാവും. അതാണ് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ ഫെറസ് മെറ്റലുകൾ. നമുക്കടുത്ത 4ാമത്തെ ഫില്ലർ റോഡ് നോക്കാം. എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റലുകൾ. നോൺ ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലോയ് ടൈപ്പ് സങ്കര ടൈപ്പ് ഫില്ലർ റോഡ്. അതിലടങ്ങിയിരിക്കുന്ന നോൺ ഫെറസ് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് കണ്ടെയ്ൻസ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, അലുമിനിയം, ടിൻ എക്സെട്ര എലോങ് വിത്ത് ദ സിങ്ക്, ലെഡ്, നിക്കൽ, മാംഗനീസ്, സിലിക്കൺ എക്സെട്ര. മനസ്സിലായില്ലേ? അതിലടങ്ങിയിരിക്കുന്നത് കോപ്പർ ഉണ്ടാവും, അലുമിനിയം, ടിന്ന്, അങ്ങനെ നോൺ ഫെറസ് മെറ്റലുകൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ മറ്റ് സങ്കരങ്ങൾ സിങ്ക്, ലെഡ്, നിക്കൽ, മാംഗനീസ്, സിലിക്കൺ ഇങ്ങനെയുള്ള മെറ്റലുകൾ കൂടി ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് എലോയ് ടൈപ്പ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസ്. ഇതിലൊക്കെ പെട്ടെന്ന് ഓർമ്മ നിൽക്കില്ല, നന്നായിട്ട് ശ്രദ്ധിച്ച് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മറന്നു പോകാനും സാധ്യതയുണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ ആവാനും സാധ്യതയുണ്ട്. ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. അപ്പോൾ 4 ടൈപ്പ് ഫില്ലർ റോഡുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സെലക്ഷൻ ഓഫ് ഫില്ലർ റോഡ്. അതായത് ഒരു ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലൊന്നാമത്തതാണ് ടൈപ്പ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ബേസ് മെറ്റൽ. ബേസ് മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോസിഷനും അതിൻ്റെ ടൈപ്പും. ബേസ് മെറ്റൽ ഒരു MS തന്നെ പല
കോമ്പോസിഷനുകൾ ഉണ്ടാവും അല്ലേ, അതിൽ കാർബൺ ഉണ്ടാവും, സിലിക്കൺ, ഫോസ്ഫറസ് അങ്ങനെയുള്ളതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ വേണം ഫില്ലർ റോഡും അതേ ടൈപ്പ് തന്നെ ആയിരിക്കണം. എന്നാലേ നമുക്ക് ആ ബേസ് മെറ്റലിന് കണക്കായിട്ടുള്ള സ്ട്രെങ്ത്തിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തത് ബേസ് മെറ്റൽ തിക്നെസ്. നമ്മൾ ബേസ് മെറ്റലിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് ഫില്ലർ റോഡിൻ്റെ സൈസും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. നമുക്ക് ഡൗൺ ഹാൻഡിൽ വെൽഡ് ചെയ്യുന്നതാണെങ്കിൽ മാക്സിമം ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക്കാണ് 4 mm ഫില്ലർ റോഡ് ഉപയോഗിക്കാൻ പറ്റും. അതിൽ കുറഞ്ഞ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടൈമൊക്കെ വെൽഡ് ചെയ്യേണ്ടി വരും, ഡിസ്റ്റോഷനൊക്കെ ഉണ്ടാക്കുക. പരമാവധി നമ്മൾ മെറ്റൽ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫില്ലർ റോഡുകൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് എഡ്ജ് പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ എഡ്ജ് പ്രിപ്പറേഷൻ അനുസരിച്ച് നമ്മൾ ഫില്ലർ റോഡുകൾ തിരഞ്ഞെടുക്കും. തിക്നെസ് കൂടിയ മെറ്റലുകളാണെങ്കിൽ നമ്മൾ എഡ്ജ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിന് കൂടുതൽ തിക്നെസ്സുള്ള ഡൈയുള്ള ഫില്ലർ റോഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ദ വെൽഡ് ഈസ് ഡെപ്പോസിറ്റഡ് ആസ് റൂട്ട് റൺ, ഇൻ്റർമീഡിയറ്റ് റൺ ഓർ ഫൈനൽ റൺ, കവറിംഗ് റൺ. റൂട്ട് ഫൈനൽ റണ്ണിനൊക്കെ നമുക്ക് വ്യത്യസ്തം അനുസരിച്ചുള്ള ഫില്ലർ റോഡുകൾ ഉപയോഗിക്കാം. നമ്മൾ മിക്കവാറും റൂട്ട് റണ്ണിന് ഉപയോഗിക്കുന്നത് ഏറ്റവും ഡയ കുറഞ്ഞ ഫില്ലർ റോഡുകളായിരിക്കും. 1 mm 2 mm പോലുള്ള ഡയ കുറഞ്ഞ ഫില്ലർ റോഡുകളാണ് റൂട്ടിന് ഉപയോഗിക്കുക. അപ്പോൾ റൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡയ കൂടിയ ഫില്ലർ റോഡുകൾ ഉപയോഗിക്കാം. ഫൈനൽ റണ്ണിന് പരമാവധി ഡയ കൂടിയ ഫില്ലർ റോഡുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഫില്ലർ റോഡുകൾ സെലക്ട് ചെയ്യാം. അടുത്തത് വെൽഡിംഗ് പൊസിഷൻ. വെൽഡിംഗ് പൊസിഷനനുസരിച്ച് നമ്മൾ ഫില്ലർ റോഡ് സെലക്ട് ചെയ്യും. കാരണം വെൽഡിംഗ് പൊസിഷൻ നമ്മൾ വെർട്ടിക്കലൊക്കെയാണ് വെൽഡ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 3.15 mm ഫില്ലർ റോഡാണ്. അതിൽ കൂടുതൽ നമ്മൾക്ക് വെർട്ടിക്കലൊക്കെ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വെൽഡിംഗ് പൊസിഷനനുസരിച്ചിട്ട് നമ്മൾ ഫില്ലർ റോഡുകൾ തിരഞ്ഞെടുക്കും. അടുത്തത് വെദർ ദർ ഈസ് എനി കൊറോഷൻ എഫക്റ്റ് ഓർ ലോസ് ഓഫ് മെറ്റീരിയൽ ഫ്രം ദ ബേസ് മെറ്റൽ ഡ്യൂ ടു വെൽഡിങ്. നമ്മൾ വെൽഡിങ് സമയത്ത് ആ മെറ്റീരിയലിൽ നിന്ന് അതിൻ്റെ ഹീറ്റ് കൊണ്ട് എന്തെങ്കിലും അതിൻ്റെ അകത്ത് മെറ്റീരിയൽ ലോസായി പോകുന്നുണ്ട്, നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊറോഷൻ സംഭവിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് വേണം, അതേ ടൈപ്പ് വെൽഡ് ചെയ്യുമ്പം ആ ബേസ് മെറ്റലിലേക്ക് ആ നഷ്ടപ്പെട്ടു പോകുന്ന മെറ്റൽ കിട്ടുന്ന തരത്തിലുള്ള ഫില്ലർ റോഡുകൾ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിന് കൊറോഷൻ സംഭവിക്കാൻ, ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫില്ലർ റോഡുകൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കിതിൻ്റെ കെയർ മെയിൻ്റനൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കെയർ ആൻഡ് മെയിൻ്റനൻസ്, നമ്മൾ ഫില്ലർ റോഡ് ഫില്ലർ റോഡ്സ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ക്ലീൻ ഡ്രൈ കണ്ടീഷണൽ ടു പ്രിവെൻറ്റ് ഡിറ്ററോറേഷൻ. അതായത് ഫില്ലർ റോഡുകൾ സൂക്ഷിക്കുമ്പോൾ അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഡ്രൈ ക്ലീനായ സ്ഥലങ്ങളിൽ, ഈർപ്പമില്ലാതെ വരണ്ട സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഫില്ലർ റോഡുകൾ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ചീത്തയായി പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഡു നോട്ട് മിക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലർ റോഡ്. ഫില്ലർ റോഡുകൾ, വ്യത്യസ്ത തരത്തിലുള്ള ഫില്ലർ റോഡുകൾ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അടുത്തത് എൻഷുർ ദാറ്റ് പാക്കേജസ് ആൻഡ് ദെയർ ലേബിൾസ് ആർ ഇൻ ഓർഡർ ഫോർ ഈസി ആൻഡ് കറക്റ്റ് സെലക്ഷൻ. നമുക്ക് വെൽഡിംഗ് റോഡ് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി അതിൻ്റെ ഓരോ പാക്കേജും അതിൻ്റെ ലേബിൾസും ഒക്കെ കറക്റ്റായിട്ട് ഓർഡറിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടി. അടുത്തത് വേർ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടീസബിൾ ടു സ്റ്റോർ ഫില്ലർ റോഡ് അണ്ടർ ഹീറ്റഡ് കണ്ടീഷൻസ്, an absorbent for moisture such as silica gel may be used in the storage area. അതായത് നമുക്ക് ഫില്ലർ റോഡ് ചെറുതായിട്ട് ഹീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ, അതുപോലെ ഹീറ്റർ വലിയ ഓവനൊന്നും ഇല്ല എങ്കിൽ അത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന, മോയ്സ്ചറുകൾ ഈർപ്പം വലിച്ചെടുക്കുന്ന സിലിക്ക ജെല്ല് പോലുള്ള വസ്തുക്കളുണ്ട്. അത് ആ സ്റ്റോറേജ് ഏരിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂക്ഷിക്കുക. എന്നാൽ അതിൽ ഈർപ്പം വെൽഡിംഗ് റോഡ് ചീത്തയായി പോകാതിരിക്കാൻ സഹായിക്കും. അടുത്തത്
Ensure the rod is free from contaminations such as rust, scale, oil, grease and moisture, etc. അതായത് വെൽഡിംഗ് ഫില്ലർ റോഡുകൾ ഇത്തരം കണ്ടാമിനേഷൻസ്, റസ്റ്റ് എന്ന് വെച്ചാൽ തുരുമ്പ്, സ്കെയിൽ എന്ന് വെച്ചാൽ കറ അല്ലെങ്കിൽ ചെതുമ്പൽ എന്നൊക്കെ പറയാം, സ്കെയിൽ, ഓയിൽ, ഗ്രീസ്, മോയ്സ്ചർ എന്ന് വെച്ചാൽ ഈർപ്പം, അങ്ങനത്തുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. അടുത്തത് എൻഷുർ ദ റോഡ് ഈസ് റീസണബിളി സ്ട്രെയിറ്റ് ടു അസിസ്റ്റ് മാനിപ്പുലേഷൻ ഡ്യൂറിങ് വെൽഡിങ് നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലർ റോഡ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക, അതായത് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഫില്ലർ റോഡ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 500 മുതൽ 1000 വരെ, 500 അല്ലെങ്കിൽ 1000 രണ്ട് സൈസിലാണ് വരുന്നത്. അത് അത്രയും നീളമുണ്ട്. അപ്പോൾ നമ്മൾ അത് പരമാവധി ഒടിയാതെ കറക്റ്റ് നമുക്ക് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ വേണം അത് സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഫില്ലർ റോഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് 1-2 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം.